Hik-connect ആപ്ലിക്കേഷൻ എങ്ങനെ ആൻഡ്രോയിഡ് ടി വിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. Hik-connect ആപ്ലിക്കേഷൻ മാത്രമല്ല, Hikvision, IBMS 4500 തുടങ്ങിയ ആപ്ലിക്കേഷൻ, ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും നമുക്ക് ഈ സെയിം പ്രൊസീജിയറിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നമുക്ക് രണ്ടെണ്ണം നോക്കാം, Hik-connectഉം Hikvisionഉം ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ ടി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MIയുടെ ടി വി ആണ്. MI അല്ലാതെ ഇംപെക്സ്, സാംസങ് തുടങ്ങിയ ടി വികളിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്ന ടി വികളിലൊക്കെ ഇത് ചെയ്യാൻ സാധിക്കും. ടി വിയിൽ നമുക്ക് പ്ലേ സ്റ്റോർ അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഈ ആപ്ലിക്കേഷൻസ് ഒന്നും കിട്ടില്ല. ടി വിയുടെ പ്ലേ സ്റ്റോറിൽ നിലവിൽ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളൊന്നുമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ്റെ APK ഫയൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ടി വിയിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. ടി വിക്കകത്ത് വെബ് ബ്രൗസറുകൾ അവൈലബിൾ ആയിരിക്കും. ബ്രൗസർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗസർ വഴി നമുക്ക് ജസ്റ്റ് Hik-connectൻ്റെ APK അല്ലെങ്കിൽ Hikvisionൻ്റെ APK ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് APK ഫയൽ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. പെൻഡ്രൈവിനകത്ത് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനത് പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ജസ്റ്റ് പെൻഡ്രൈവ് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ടി വിയിൽ ഞാൻ പെൻഡ്രൈവ് കണക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ APK ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആർക്കെങ്കിലും ഏതെങ്കിലും ആപ്ലിക്കേഷൻ്റെ APK ഫയൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പെൻഡ്രൈവ് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി തന്നെ പെൻഡ്രൈവ് ഡിറ്റക്ട് ചെയ്യും. അതിനകത്ത് നമുക്ക് USB എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. USB സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പെൻഡ്രൈവിനകത്തേക്കാണ് പോവുക. അതിനകത്ത് ലോക്കൽ സ്റ്റോറേജും അതുപോലെ തന്നെ പെൻഡ്രൈവും കാണിക്കുന്നുണ്ട്. പെൻഡ്രൈവിൻ്റെ നെയിം കിടക്കുന്നത് മൾട്ടി ബൂട്ട് എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് മൾട്ടി ബൂട്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പെൻഡ്രൈവ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് Hik-connect എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ APK ഫയലും അതുപോലെ തന്നെ Hikvision എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ APK ഫയലുമാണ് ഞാൻ ഇതിനകത്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് നിന്ന് Hik-connect എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. Hik-connect ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പോലെ നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഡു യു വാണ്ട് ടു ഇൻസ്റ്റാൾ ദിസ് ആപ്പ്, ഡു നോട്ട് റിക്വയർ എനി ആക്സസ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇത് പ്രത്യേക ആക്സസ് ഒന്നും ആവശ്യമില്ല എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. അത് നമ്മൾ ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂ ആയിക്കോളും. ഇൻസ്റ്റാളേഷന് അല്പം സമയം എടുക്കുന്നുണ്ട്. അപ്പം അത് ടി വിയുടെ പ്രശ്നങ്ങൾ കൊണ്ടാവാൻ സാധ്യതയുണ്ട്. ടി വിയുടെ റാമിൻ്റെ കുറവുകൾ കൊണ്ടോ അല്ലെങ്കിൽ പ്രോസസ്സറിൻ്റെ വ്യത്യാസങ്ങൾ കൊണ്ടോ ഒക്കെ ആവാം. ചില ടി വിയിൽ പെട്ടെന്ന് ഇൻസ്റ്റാൾ ആവാറുണ്ട്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് കാണിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഡൺ, ഓപ്പൺ എന്ന് പറഞ്ഞ് രണ്ട് ഓപ്ഷനും ഉണ്ടാവും. ഡൺ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. നമുക്ക് ആപ്ലിക്കേഷൻ ലിസ്റ്റിനകത്ത് പോയി കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതല്ല, ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഓപ്പൺ ചെയ്യാനും സാധിക്കും. ഞാനിപ്പം ഓപ്പൺ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം Hik-connect എന്ന് പറഞ്ഞിട്ട് ഇത് ഓണായി വരുന്നുണ്ട്. അപ്പോൾ ഓപ്പണായി വരുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ഒരു പെർമിഷൻ ചോദിക്കുന്നുണ്ട്. സ്റ്റോറേജിനുള്ളൊരു പെർമിഷനാണ് ചോദിക്കുന്നത്. അത് അലോ കൊടുക്കുക. അതിനുശേഷം ഒരു പ്രോംപ്റ്റ്, ഒരു വാണിംഗ് ചോദിക്കുന്നത്, അത് എഗ്രി ചെയ്ത് കൊടുക്കുക. അത് Hik-connectൻ്റെ തന്നെ വാണിംഗ് ആണ്. അത് എഗ്രി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺട്രി ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുക. ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാനുള്ളൊരു വിൻഡോ ആണ്. അതിനകത്ത് റൈറ്റ് സൈഡ് ടോപ്പിലായിട്ട് ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിലുള്ള ഡിവൈസ് ആണെങ്കിൽ ഓൺലൈൻ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഓൺലൈൻ ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലോക്കൽ നെറ്റ്വർക്കിൽ അല്ലെങ്കിൽ നമ്മൾ ടി വി കണക്ട് ചെയ്തിരിക്കുന്ന സെയിം നെറ്റ്വർക്കിലാണ് DVR അല്ലെങ്കിൽ NVR കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ഡിവൈസ് ഇവിടെ കാണിക്കും. ഡിവൈസിൻ്റെ IP അഡ്രസ്സും അതുപോലെ തന്നെ പോർട്ടും കാര്യങ്ങളും കാണിക്കും. അതിനകത്ത് നമ്മൾ ജസ്റ്റ് യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യും. DVRൻ്റെ ലോക്കൽ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാണ് വേണ്ടത്. ഇപ്പം ഞാനിവിടെ കണക്ട് ചെയ്തിരിക്കുന്ന DVR സെയിം നെറ്റ്വർക്കിലല്ല, അതുകൊണ്ടാണ് നോ ഡിവൈസ് കാണിച്ചിരിക്കുന്നത്. നമുക്കത് ജസ്റ്റ് ബാക്ക് അടിച്ചതിന് ശേഷം നമുക്ക് ക്ലൗഡ് അക്കൗണ്ട് ലോഗിൻ ചെയ്ത് നോക്കാം. ക്ലൗഡ് അക്കൗണ്ട് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ ഇമെയിൽ ID അല്ലെങ്കിൽ ഫോൺ നമ്പർ വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇമെയിൽ ID അല്ലെങ്കിൽ യൂസർ നെയിം, അത് എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. കൺട്രി കോഡ്, ഫോൺ നമ്പർ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇന്ത്യ സെലക്ട് ചെയ്തേക്കുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി 91 കൺട്രി കോഡ് വരും. കൺട്രി കോഡ് കൊടുത്തതിന് ശേഷം ഫോൺ നമ്പർ കൊടുക്കുക. അതിനുശേഷം പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും.
ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസ് ഓൺലൈനിലുണ്ടെങ്കിൽ ഓൺലൈനിലുള്ള ഡിവൈസ് ഇവിടെ ആക്റ്റീവായിട്ട് കാണിക്കും. അതല്ല ഓഫ്ലൈനിലാണ് ഉള്ളതെങ്കിൽ ഒരു മങ്ങിയ രീതിയിൽ ഹൈഡായിട്ടാണ് കാണിക്കുക. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഡിവൈസിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിവൈസ് ഓപ്പൺ ആയി വരും. ജസ്റ്റ് ഇതിനകത്ത് ഇപ്പം നിലവിൽ എൻക്രിപ്ഷൻ കീ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എൻക്രിപ്ഷൻ കീ ചോദിക്കുന്നത്. അത് നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ DVRനകത്ത് സിസ്റ്റം എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക, സിസ്റ്റത്തിനകത്ത് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. നെറ്റ്വർക്കിനകത്ത് പ്ലാറ്റ്ഫോം ആക്സസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. പ്ലാറ്റ്ഫോം ആക്സസിനകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എനേബിൾ സ്ട്രീം എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ DVRനകത്തുണ്ട്. ആ ഓപ്ഷൻ ഡിസേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഈ എൻക്രിപ്ഷൻ കീ ചോദിക്കില്ല. അത് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ മതി. അല്ലെങ്കിൽ എൻക്രിപ്ഷൻ കീ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. ജസ്റ്റ് ഒരെണ്ണത്തിന് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ള എല്ലാ വ്യൂവും നമുക്ക് കിട്ടും. നെറ്റിൻ്റെ സ്പീഡിനനുസരിച്ച് എല്ലാ ക്യാമറയുടെയും വ്യൂ സ്പീഡിൽ പെട്ടെന്ന് തന്നെ ലോഗിനായി കിട്ടും. അത് സ്പീഡുള്ള നെറ്റാണെങ്കിൽ പെട്ടെന്ന് കിട്ടും, അതല്ലെങ്കിൽ കറങ്ങി നിൽക്കും. അപ്പം ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് സാധാരണ ഫോണിനകത്ത് ചെയ്യുന്നത് പോലെ തന്നെയാണ്. ക്ലാരിറ്റി കൂട്ടാനും കുറയ്ക്കാനും എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അതൊക്കെ നമ്മൾ ഫോണിനകത്ത് ചെയ്യുന്ന സെയിം ഓപ്ഷനുകൾ തന്നെയാണ് ഇതിനകത്ത് കിട്ടുക. ഇതിപ്പോൾ ഒരു ക്യാമറ ഓപ്പൺ ചെയ്ത് നെക്സ്റ്റ് ക്യാമറയിലേക്ക് പോകണമെങ്കിൽ ജസ്റ്റ് മൗസ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ മൗസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിനകത്ത് തന്നെ നമ്മൾ സ്ലൈഡ് ചെയ്യുന്നത് പോലെ തന്നെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ക്യാമറയിലേക്ക് പോകും. ഇനി നമ്മൾ റിമോട്ടിലാണ് യൂസ് ചെയ്യുന്നത് എങ്കിലും ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ മാറണമെങ്കിൽ അല്ലെങ്കിൽ ക്യാമറ മാറ്റണമെങ്കിൽ ജസ്റ്റ് റിമോട്ടിനകത്ത് കീപാഡ് ലെഫ്റ്റ് റൈറ്റ് കീപാഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ ഓക്കെ ബാക്ക് സ്പേസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ വലുതായി വരും, ബാക്ക് സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ ചെറുതായി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതാക്കി വരാനും അതുപോലെ തന്നെ മൾട്ടി സ്ക്രീൻ ഏതാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് അതെല്ലാം അവൈലബിൾ ആണ്. നമ്മൾ ഫോണിൽ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ ഓപ്ഷനുകളും ഇതിനകത്തും കിട്ടും. ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് മാനുവലായിട്ട് ഡിവൈസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. അതിനകത്ത് മാനുവൽ ആഡിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഷെയർ സെറ്റിങ്സ്, നമ്മുടെ ഫോണിനകത്ത് ചെയ്യുന്ന എല്ലാ സെറ്റിങ്സുകളും, അതായത് ഷെയർ, നോട്ടിഫിക്കേഷൻ്റെ സെറ്റിങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് എനേബിൾ ചെയ്യാൻ കഴിയും. ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ലോഗിൻ ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ എൻക്രിപ്ഷൻ കീ ചോദിക്കില്ല. ഫസ്റ്റ് ഒരു പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ചോദിക്കില്ല. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ലോഗ് ഔട്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലാണ് എൻക്രിപ്ഷൻ കീ വീണ്ടും ചോദിക്കുക. അപ്പം നിലവിൽ നെറ്റൊക്കെ അത്യാവശ്യം ഫാസ്റ്റാണ്, അതുകൊണ്ട് തന്നെ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് വീഡിയോ എല്ലാം പ്ലേ ആവുന്നുണ്ട്. നെറ്റിന് ഇഷ്യൂ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ വളരെ സ്ലോ ആയിരിക്കും, വളരെ ബുദ്ധിമുട്ടായിരിക്കും, യൂസ് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ജസ്റ്റ് ഹൈക്വിഷൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ കൂടി ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നിലവിൽ കാണുന്നത് പെൻ ഡ്രൈവിനകത്തുള്ള ഫോൾഡറുകളും അതിനകത്തുള്ള ഫയലുകളുമാണ് കാണുന്നത്. അപ്പോൾ അതിനകത്ത് ഹൈക്വിഷൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൗസിലാണെങ്കിൽ ഓക്കെ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇതും ഹിക്-കണക്റ്റിൻ്റെ ആപ്ലിക്കേഷൻ പോലെ തന്നെയാണ് ഇൻസ്റ്റാൾ ആവുന്നത്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇതുപോലെ തന്നെ നമുക്ക് ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും IBMS 4500 അല്ലെങ്കിൽ സ്വിസ് ലൈഫ്, അതല്ലാന്നുണ്ടെങ്കിൽ ഹൈക്വിഷൻ, ഹിക്-കണക്റ്റ്, ഇതിൽ ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ ചില TV-യിൽ ഒരു പക്ഷേ ഹിക്-കണക്റ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയില്ല എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് IBMS അല്ലെങ്കിൽ ഹൈക്വിഷൻ എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതല്ല ഇത് രണ്ടും ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സ്വിസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാത്തിൻ്റെയും APK ഫയൽ വേണം. അതല്ലാന്നുണ്ടെങ്കിൽ APK ഫയൽ എല്ലാത്തിൻ്റെയും ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മാത്രം. ഈ ആപ്ലിക്കേഷൻ്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഓപ്പൺ കൊടുക്കുകയാണ്. ഓപ്പൺ കൊടുക്കുമ്പോൾ ആദ്യം ചോദിച്ചതുപോലെ തന്നെ മീഡിയ ആക്സസിനുള്ള പെർമിഷൻ ചോദിക്കുന്നുണ്ട്, അത് അലോ കൊടുക്കുക. അതിനുശേഷം കൺട്രി സെലക്ട് ചെയ്യാൻ പറയും, കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക.
കൺട്രി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മുകളിലൊരു ശരിയുടെ ഒരു ഐക്കണാണ്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് മുന്നോട്ട് പോകാം. അതിനുശേഷം നമ്മൾ സാധാരണ വരുന്ന പോലെ തന്നെ ലോഗിൻ ചെയ്യാനുള്ള പേജ് വന്നു. നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഓൺലൈനിലുള്ള ഡിവൈസ് ആണെങ്കിൽ ഓൺലൈനിൽ ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ലോഗിൻ ചെയ്ത് നോക്കാം. നമുക്ക് Hik-connect എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയതുപോലെ തന്നെയാണ് ഇതും ഓപ്പൺ ആയി വരുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് ഓൺ ആയി വരുമ്പോൾ തന്നെ നമ്മുടെ ഡിവൈസുകൾ കാണിക്കും, ഡിവൈസും ക്യാമറകളൊക്കെ കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഡിവൈസിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എൻക്രിപ്ഷൻ കീ കൊടുക്കാൻ പറയും. എൻക്രിപ്ഷൻ കീ കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ക്യാമറയുടെ വ്യൂ നമുക്ക് കിട്ടുന്നതാണ്. എനിക്ക് ഈ Hikvision എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷനകത്ത് എനിക്ക് വീഡിയോ കിട്ടുന്നില്ല, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ചിലപ്പോൾ നെറ്റ്വർക്കിൻ്റെ പ്രശ്നമാവാം, അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാവാം. എന്തായാലും നമുക്ക് Hik-connect എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചിലപ്പോൾ ചില ടി വിയിൽ ആദ്യമായിട്ടാണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്കിൽ ചിലപ്പോൾ ഒരു എറർ വന്നേക്കാം. അത് നമുക്ക് അൺനോൺ സോഴ്സിൻ്റെ ഒരു എററാണ് വരിക. അപ്പോൾ അത് നമുക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടി വിയുടെ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. സെറ്റിങ്സിനകത്ത് പോയി കഴിഞ്ഞാൽ ഡിവൈസ് പ്രിഫറൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ സെക്യൂരിറ്റി ആൻഡ് റിസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അൺനോൺ സോഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലാണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മൾ APK ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇഷ്യൂ വരാൻ കാരണം. അതല്ല ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരില്ല. ഇപ്പം നമ്മൾ APK ഫയൽ വെച്ച് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ ചില ടി വിക്കകത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ കാണിക്കും. അത് നമ്മൾ ഫസ്റ്റ് ടൈം ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴായിരിക്കും അങ്ങനെ ഒരു പ്രശ്നം കാണിക്കുള്ളൂ. ആദ്യമായിട്ട് ചെയ്യുന്നതാണെങ്കിൽ ആദ്യം ഈ ഓപ്ഷൻ എനേബിൾ ചെയ്തതിന് ശേഷം ചെയ്യാൻ ശ്രമിക്കുക.